നമ്മളിന്ന് വന്നിരിക്കുന്നത് വൈക്കം വെച്ചൂർ റോഡിലെ ഹോട്ടൽ ഹെറിറ്റേജ് പ്ലാസയ്ക്ക് സമീപമുള്ള ആറ്റുതീരം റെസ്റ്റോറൻറ്റിലാണ്. ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള കൺസ്ട്രക്ഷൻ ആയിരുന്നു ഈ റെസ്റ്റോറൻറ്റ്. ഇതൊരു കായലിൻ്റെ തീരത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബോട്ടിങ്ങും അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റൂട്ട് വരുമ്പോൾ അത് ഒരിക്കലും മിസ്സാവാൻ, ഈ റെസ്റ്റോറൻറ്റ് ഒരിക്കലും മിസ്സാവാൻ സാധ്യതയില്ല. കാരണം ഒരു ബോട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നൈൽ എന്ന് പേരുള്ള ഒരു ബോട്ട്. പിന്നത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീട് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ഹോട്ടലാക്കിയേക്കുന്നതാണ്. ഒരു വീടായിരുന്നു എന്ന് തോന്നുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്താണ് ഹോട്ടലാക്കിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുള വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പനമ്പ് വെച്ചിട്ടോ ഒക്കെയാണ് അതിൻ്റെ മേൽക്കൂരയുള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് അധികം ചൂടൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ അത്യാവശ്യം ഈ ഹോട്ടലിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തന്നെ ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പൂച്ചെടികളും പിന്നെ ക്രീപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടും അത്യാവശ്യം ഒരു വീട് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ഹോട്ടലാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ഊഞ്ഞാലും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ആ ഒരു കായലൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ഫുഡ് കഴിക്കാം. ഇതിൻ്റെ ഒരു ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദീപാണ്. സന്ദീപ് ഇവിടെ തന്നെ വളരെ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിപ്പുണ്ട് ആൾ. അങ്ങനെ ഈ വഴി നടന്നു വന്നപ്പോഴാണ് ആൾ വന്നിട്ട് നമ്മളെ പരിചയപ്പെടുന്നത്. ആൾ പുറത്താണ് പഠിച്ചതും വളർന്നതൊക്കെ. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ബേസിക്കലി ആളൊരു കൊച്ചിക്കാരനാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഹോട്ടൽ തുടങ്ങി ഇവിടെ തന്നെ സെറ്റിൽ ആവുകയാണ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഏരിയയിലേക്കാണ് ഈ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ടീ സെറ്റപ്സും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പാകത്തിനുള്ളൊരു ടീ സെറ്റപ്സും കാര്യങ്ങളും ഉണ്ട്. ചെറിയൊരു കുടവാരിയുള്ള ഇതും പിന്നെ ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് കയറുന്നത്. ബോട്ടിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്നാണ് ബോട്ട് കയറുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കായൽ ഏരിയ ആണിത്. നല്ലൊരു സീനിക് ആയിട്ടുള്ള സ്ഥലം. നീർക്കാക്കിയൊക്കെ അത്യാവശ്യം പോലെ ഉണ്ട്. നമ്മളിവിടെ ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കണ്ട ആൾക്കാർ പറഞ്ഞു പോയതാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് വരാം. ഉള്ളത് ഏകദേശം ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ മുകളിൽ അത്യാവശ്യം പനമ്പൊക്കെ വെച്ചിട്ടുള്ള കാരണം ഒരുപാട് വലിയ ചൂടൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഇത് കായൽക്കരയാണ്, വേറെ ഒന്ന് ആസ്പെറ്റോസും കാര്യങ്ങളും ഒന്നും അല്ല ഇത് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ടും എ സി വേണമെന്നുള്ളവർക്ക് എ സിയും അവൈലബിൾ ആണ്. കാരണം അവിടെ അപ്പുറത്തെ വീടിൻ്റെ ആ ഒരു സ്പേസ് മൊത്തം എ സി ആണ്. നമ്മളിവിടുന്ന് ഊണാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഊണൊക്കെ അടിപൊളിയായിരുന്നു. ഊണും ഫിഷ് കറി ആയിരുന്നു മെയിൻ സംഭവം. അതിൻ്റെ അകത്ത് നമ്മളൊരു സൈഡ് ഡിഷും കൂടി ഓർഡർ ചെയ്തായിരുന്നു. കണവയായിരുന്നു ചെയ്തത്. കണവ എന്ന് പറഞ്ഞാൽ കൂന്തൽ. അപ്പോൾ നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന കൂന്തലിനേക്കാളും കുറച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഈ കൂന്തൽ. കുറച്ചും കൂടെ നല്ല വലിയ സൈസുള്ള കൂന്തൽ ആയതുകൊണ്ടായിരിക്കണം അവർ കട്ട് ചെയ്ത് ഇട്ടേക്കണേ. റിംഗ് ഷേപ്പ് ആയിരുന്നില്ല. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ആയിരുന്നു. നല്ല ഫ്രഷ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സാധനമാണ് ഈ കാണുന്നത്, ഈ വാങ്ങിച്ചേക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, മീൻ പൊള്ളിച്ചതാണ്. മീൻ പൊള്ളിച്ചതിൽ കാളാഞ്ചിയാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു 1/2 കിലോയുടെ കാളാഞ്ചിയാണ്. 1/2 കിലോയുടെ കാളാഞ്ചിക്ക് ഇവിടെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 900 രൂപയാണ്. അതായത് 900 റുപ്പീസ്. വാഴയിലൊക്കെ പൊതിഞ്ഞ് മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർഫുൾ അരോമയാണ് വരുന്നത്. സാധാരണ നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ളത് കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് അത്യാവശ്യം നല്ല ദശയുള്ള ഒരു ഫിഷാണ് ഇത്തവണ സെലക്ട് ചെയ്തേക്കുന്നത്, കാളാഞ്ചിക്ക് നടുക്കേക്കടെ പോകുന്ന ഒരു മെയിൻ മുള്ളു മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കുഞ്ഞു മുള്ളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഇത് കഴിക്കാൻ പറ്റും. കാളാഞ്ചി നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ്, പക്ഷേ ഒരു നല്ല വില കൂടിയ മീൻ കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നല്ല ചൂടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റ് അത്യാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് നിയർ ബൈ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റ്. പിന്നെ അതുമല്ല ഇതിൻ്റെ ഒരു ഫ്രൈ ആയിട്ടില്ല, അധികം വലിയ ഫ്രൈ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടാണ് നമുക്കിത് തോന്നുന്നത്. സാധാരണ കിട്ടുന്ന മീൻ പൊള്ളിച്ചത് അത്യാവശ്യം കുറച്ചും കൂടെ ഫ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ മസാലയാണെങ്കിലും കുറച്ച് കുത്തുള്ള മസാലയായിരിക്കും. മസാലയുടെ കുത്ത് അത്യാവശ്യം ഉണ്ടാവും. പക്ഷേ ഇതിന് അതൊന്നുമില്ല, നല്ല സ്മൂത്താണ്, നല്ല ഫ്ലേവർ. ഉള്ളിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഉള്ളിലേക്ക് മസാല അധികം പിടിച്ചിട്ടില്ല. നമ്മൾ ഉള്ളിൽ നിന്ന് ദശ കൊണ്ട് എടുത്തിട്ട് മസാലയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. നല്ല ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. നിങ്ങൾ ആലപ്പി സൈഡിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.